എല്ലാവർക്കും നമസ്കാരം. വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾക്കുള്ള അപേക്ഷകൾ സ്കൂളുകളിൽ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കെടാവിളക്ക്, OEC സ്കോളർഷിപ്പ്, മറ്റു ഗ്രാന്റുകൾ തുടങ്ങിയവയ്ക്ക് സ്കൂളിൽ അന്വേഷിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ്. 2025-26 അധ്യയന വർഷത്തെ കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്രതിവർഷം 1500 രൂപയാണ് അനുവദിക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവരായിരിക്കണം. 1 മുതൽ 8 വരെ ക്ലാസ്സുകളുള്ള കുട്ടികളായിരിക്കണം. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അവർക്ക് മാർക്ക് ബാധകം അല്ല. 2 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയുടെ മാർക്ക് നോക്കുന്നുണ്ട്. വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഉയർന്ന കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്തേക്കുക. OEC, OBC വിഭാഗം വിദ്യാർത്ഥികളും മാർഗദീപം എന്ന പേരിൽ സമാന സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുള്ളതിനാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടതില്ല. അപ്പൊ ഇതിൽ OEC-ക്കാർക്കും OBC H വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക www.bcdd.kerala എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒന്നുകൂടി പറയുന്നു, 2.5 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം. വാർഷിക പരീക്ഷയിൽ 90% മുകളിൽ മാർക്കുണ്ടായിരിക്കണം. ഈഴവ വിശ്വകർമ്മ കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുൻവർഷ മാർക്ക് ബാധകം അല്ല. ബാക്കി 2 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് മാർക്ക് 90%-ലധികം മാർക്ക് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ സീഡഡ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത്. സ്കോളർഷിപ്പിന്റെ ഫോം ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തേത്. 2025 അധ്യയന വർഷത്തില് സ്കൂളുകളിൽ നിന്നും ഡാറ്റ എൻട്രി പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ജൂലൈ 15 അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടേണ്ടതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ 2023 പീരീഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും സ്കൂളുകളിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം എത്രയും പെട്ടെന്ന് അപേക്ഷകൾ നൽകുക.